നമ്മുടെ വിഷ്ണു മുള്ളറ്റ് അടിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞ് രാവിലെ തന്നെ എന്നെയും പിടിച്ച് വണ്ടി കയറ്റി മുള്ളറ്റ് അടിക്കാൻ പോവാ. എന്റെ മുടി വെട്ടാറുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് വെട്ടണില്ല, അടുത്ത ആഴ്ച വെടക്കാം. വിഷ്ണു ഫസ്റ്റ് ടൈമാണ് മുള്ളറ്റ് അടിക്കാൻ പോണേ. എന്താവും അവന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും വെട്ടി നോക്കാം, മുടിയല്ലേ വളർന്നോളൂ. ഇവര് രണ്ടുപേരും ബസ് കളിക്കാരാ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കിവിടെ വോയിസ് ഇല്ല. മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ്, പക്ഷേ ബസ്സിന്ന് അവരിറങ്ങിയിട്ടില്ല. കുറെ പ്ലേയേഴ്സിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ ഗെയിമിന് വേണ്ടി കുറെ പൈസ ഒക്കെ കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പബ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും വോയിസ് ഉണ്ടായേനെ. ഞാൻ പണ്ട് കളിക്കാറുണ്ട്. എന്തായാലും ഹെയർ കട്ട് കൊള്ളാം. വിഷ്ണുവിന് നല്ല മാച്ച് ഉണ്ട്. അവന് പണിക്ക് പോകാൻ ടൈമായപ്പോ അവൻ തെറിച്ച്. ഞാനപ്പോ എന്റെ അടുത്ത പരിപാടി പിടിക്കാൻ നോക്കട്ടെ. അങ്ങനെ ഞാനും സച്ചിൻ ബ്രോയും ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കാനുള്ള പ്ലാനിലാണ്. കള്ള് ഷാപ്പിൽ നിന്ന് ഫുഡ് അടിച്ചിട്ട് കുറെ നാളായി. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അകത്താക്കാം. ഷാപ്പിന് കാവലായിട്ട് ഒരുത്ത നിക്കണണ്ട. ഇവിടെ കയറിപ്പിള അറിയണേ ഇവിടുത്തെ സ്പെഷ്യൽ ഒക്കെ തീർന്ന് ആകെ ഉള്ളത് ഊണ് മാത്രം. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് വേറെ ഒന്നും അന്വേഷിച്ചു പോകാൻ നിന്നില്ല. ഊണെങ്കിൽ ഊണ്. നട്ടുച്ചയ്ക്ക് പുഴയിൽ കുളിക്കാൻ ഒരു പ്രത്യേക സുഖാലേ. നമുക്കെന്നാ ഒന്ന് കുളിച്ചിട്ട് വരാം. ഈ സ്പോട്ട് വരുന്നത് ചാലക്കുടിയിലാണ്. 50 രൂപയുടെ തോർത്തുകൊണ്ടൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. അപ്പൊ കുളി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിനകത്ത് ചാടിക്കഴിഞ്ഞാൽ തല എവിടെയെങ്കിലും ഇടിക്കുമെന്നൊരു പേടിയുണ്ട്. എവിടെയാ പാറുള്ളതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചാടി നോക്കാം. ഭാഗ്യം തലയൊന്നും ഇടിച്ചില്ല. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോ കുറെ ടീംസ് കുളിക്കാൻ വന്നിട്ടുണ്ട്. ഇന്നൊരു ഉണ്ണി സ്കേറ്റ് ബോർഡിങ് പഠിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനുള്ള സ്കേറ്റ് ബോർഡൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇതാണ് അവന് മേടിച്ച സ്കേറ്റ് ബോർഡ്. ഇന്ന് മിക്കവാറും മഴ ഞങ്ങളെ ചതിക്കാൻ ചാൻസ് ഉണ്ട്. മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എടുത്ത് വെച്ച് വീട്ടിലിരിക്കേണ്ടി വരും. മഴ ചതിച്ച് കഴിച്ചു. ഞാനിവിടെ മഴ പെയ്തതിന്റെ വിഷമത്തിലിരിക്കുമ്പോൾ ഒരാളവിടെ മഴ ആസ്വദിച്ചിരിക്കണണ്ട. ഇന്നത്തെ സ്കേറ്റ് സെഷൻ എന്തായാലും മുടങ്ങി. ഇനിയിപ്പോ ഓരോ ചായം കുടിച്ച് വീട്ടിൽ പോയിരിക്കാം. ജോൺസൺ മാഷിന്റെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഒരു കട്ടൻ ചായ കുടിക്കാൻ പോവാണ്. നല്ല മഴ. കട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നീ പാൽച്ചായ വാങ്ങിച്ചൊന്ന് പറ്റിക്കില്ലേ? ചായ കുടി കഴിഞ്ഞ് നേരെ കൃഷ്ണേട്ടന്റെ തട്ടുകടയിൽ എത്തിയിട്ടുണ്ട്. ഓരോ കൊള്ളിയും ബീഫും പടച്ച് ഫുഡടിയൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി പിടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഓക്കെ, ഇനി അടുത്ത പരിപാടി ആയിട്ട് വരാം.